ഹലോ മക്കളെ, പഞ്ചാര മുഞ്ചാറുകളെ, നമ്മൾ പഠിക്കാൻ പോണത് ഏറ്റവും വലിയ ചാപ്റ്ററാടാ ബോട്ടണിയിലെ. അതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാ. കണ്ടോടാ, രാജമണിക്കത്തെ പോലെ എല്ലാ ചാപ്റ്ററും പഠിച്ച് സിമ്പിളാന്ന് കരുതുമ്പോ ഇവനെ അങ്ങോട്ട് NCERT എടുത്തിട്ട് കൊടുക്കുമ്പം ഓരോ ലൈനും വ്യക്തമാകാതെ പിള്ളേർ കിടന്ന് കഷ്ടപ്പെടും. അത് കാണുമ്പം NCERT ഇട്ടവനൊരു ആഘോഷമാ, ഒരു ഉത്സാഹമാ, വല്ലാത്തൊരു മത്ത് പിടിപ്പിക്കലാ. ഈ ചാപ്റ്റർ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കിടന്ന് ആവലാതി കൊള്ളിപ്പിക്കുമ്പം ഈ NCERT ഇട്ടവന് ഒരു സന്തോഷമാ. ആ സന്തോഷം ഒന്ന് മാറ്റി കൊടുത്താലോടാ. വേഗം പാടാ, വേഗം പാ. എന്താ നമ്മൾ പഠിക്കാൻ പോണേ? ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്റർ സാറേ. ഇതിന്റെ വെയിറ്റേജ് 8 മാർക്ക്, 6 മുതൽ 8 മാർക്കിന് ചോദിക്കാറുണ്ട് മെയിൻ എക്സാമിന്. ഏതാടാ? ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സാ. വേഗം പഠിച്ചാലോടാ ക്വസ്റ്റ്യൻസ്. ആദ്യം തന്നെ ഈ ക്ലോറോപ്ലാസ്റ്റ് നോക്കാതെ പോകല്ലേ. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ഇടാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് സാറേ ക്ലോറോപ്ലാസ്റ്റ്. കണ്ടോ 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 കണ്ടോ, അയ്യ എന്ത് രസമല്ലേ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന് 2 തുണിയുണ്ട് സാറേ. പുറത്തുള്ള മെമ്പറിന്റെ പേരെന്താ? ഔട്ടർ മെമ്പറൈൻ. അകത്തുള്ള മെമ്പറിന്റെ പേരെന്താ? ഇന്നർ മെമ്പറൈൻ. 2 മെമ്പറിനുണ്ട് ക്ലോറോപ്ലാസ്റ്റില്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ സ്ഥലത്തിന്റെ പേരെന്താ? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ സ്ഥലത്തിന്റെ പേരാണ് സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ സ്ഥലത്തിന്റെ പേരെന്താടാ? സ്ഥലത്തിന്റെ പേരാ സാർ എന്ത്? സ്ട്രോമ എന്നാ വിളിക്കുക. ഈ സ്ട്രോമേന്റെ ഉള്ളില്, ഈ സ്ഥലത്തില് കുറെ നാണയങ്ങളുടെ കൂട്ടം കാണാം. കണ്ടോ, കുറെ നാണയങ്ങൾ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്ന കണ്ടോ. ഈ നാണയങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണടാ എന്ത്? ഗ്രാന. പറ, എന്താ വിളിക്കുക? ഗ്രാന എന്നാ വിളിക്കുക. ഒരുപാട് കണ്ടോ, ഇതൊരു കൂട്ടമാ അല്ലേ? ഇങ്ങനെ 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 കൂട്ടമല്ലേ? ഈ കൂട്ടത്തെ എന്താ വിളിക്കുക? ഗ്രാന എന്നാ വിളിക്കുക. ഇതെന്താ? ഗ്രാനയ. ഇതെന്താ? ഗ്രാനയ. ഇതെന്താ? ഗ്രാനയ. ഇതെന്താ? ഗ്രാനയ. ഇതെന്താ? ഗ്രാനയ. ഇങ്ങനെ നാണയങ്ങളുടെ കൂട്ടം. ഇതൊരു നാണയം, ഇത് വേറൊരു നാണയം, ഇത് വേറൊരു നാണയം. ഇങ്ങനെ നാണയങ്ങൾ ഒരുമിച്ചിരിക്കുന്നതിനാ എന്ത് വിളിക്കുക? ഗ്രാന എന്ന് വിളിക്കുക. നാണയങ്ങൾ ഇങ്ങനെ അട്ടിക്ക് ഒരുമിച്ചിരുന്നാൽ എന്താ വിളിക്കുക? ഗ്രാന എന്നാ വിളിക്കുക. പക്ഷെ ഓരോ നാണയത്തെയും വിളിക്കുന്ന പേരെന്താ? തൈലക്കോയിഡ. ഓരോ നാണയത്തെയും വിളിക്കുന്ന പേരെന്താ? തൈലക്കോയിഡ്. ഒരു നാണയത്തിന്റെ പേരാ തൈലക്കോയിഡ്. ഒരുപാട് നാണയങ്ങൾ ഉണ്ടെങ്കിൽ എന്താ വിളിക്കുക? ഗ്രാന എന്നാ വിളിക്കുക. ഒരു നാണയത്തിന്റെ പേരാ സാറേ തൈലക്കോയിഡ്. ഒരുപാട് നാണയങ്ങളുടെ പേരെന്താ? എന്താ? ഗ്രാന എന്നാ വിളിക്കുക. ഒരു നാണയത്തെ തൈലക്കോയിഡ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരുപാട് നാണയങ്ങൾ ഒരുമിച്ചിരുന്നാൽ അതിനെ ഗ്രാന എന്നാ വിളിക്കുക. ഓക്കെ അല്ലടാ? ഇതൊക്കെ ഗ്രാനകളാ. ഈ ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന ഈ ട്യൂബ് കണ്ടോടാ, ഈ ട്യൂബ്, ഈ ഗ്രാനകളെ, ഇതൊരു ഗ്രാനയാ, ഇത് വേറൊരു ഗ്രാനയാ. ഈ 2 ഇതൊരു ഗ്രാന, ഇത് വേറൊരു ഗ്രാന. ഈ 2 ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന ഈ കമ്പി, ഈ കമ്പിന്റെ പേരാണ് എന്ത്? സ്ട്രോമ ലാമല്ല. നോക്കേ, ഇത് വേറൊരു ഗ്രാനയാ, ഇത് വേറൊരു ഗ്രാനയാ. ഇവരെ കണക്ട് ചെയ്യുന്ന ഈ ട്യൂബിന്റെ പേരെന്താ? സ്ട്രോമ ലാമല്ല. ഇത് വേറൊരു ഗ്രാനയാ, ഇത് വേറൊരു ഗ്രാനയാ. ഇവരെ കണക്ട് ചെയ്യുന്ന ഈ ട്യൂബിന്റെ പേരെന്താ? സ്ട്രോമ ലാമല്ല. ഇത് വേറൊരു ഗ്രാനയാ, ഇത് വേറൊരു ഗ്രാനയാ. ഇവരെ കണക്ട് ചെയ്യുന്ന ഈ ട്യൂബിന്റെ പേരെന്താ? 2 ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന 2 ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന ആ കമ്പിന്റെ പേരാണ് എന്ത്? കണക്ട് ചെയ്യുന്ന ഈ കമ്പിന്റെ പേരാണ് എന്ത്? സ്ട്രോമാലാമല്ല. 2 ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന കമ്പിയുടെ പേരാ സാറേ എന്ത്? സ്ട്രോമാലാമല്ല. എന്താണ് വിളിക്കുക? സ്ട്രോമാലാമല്ലേ എന്നാ വിളിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സ്ട്രോമാലാമല്ല, ഗ്രാന. റൈബോസോം കാണാം. ഈ കാണുന്നത് കണ്ടോ, ഈ മുത്തുകൾ പോലെ കാണുന്ന ആൾക്കാരാണ് റൈബോസോം. നിങ്ങളോട് ചോദിച്ചിട്ടാണ് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചാണ് ഈ മുത്തുമണികൾ ആരാ? റൈബോസോമ. ഇതാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിനെ സൂക്ഷിച്ചു വെക്കും ക്ലോറോപ്ലാസ്റ്റ്. ഇവരുടെ ഉള്ളിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുക. ആ ഗ്ലൂക്കോസിനെ അവർ സ്റ്റാർച്ച് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. ആ സ്റ്റാർച്ച് ഗ്രാനുള, സ്റ്റാർച്ചിന്റെ മണികളാണ് സ്റ്റാർച്ച് ഗ്രാനുൾ. ഇത് ലിപ്പിഡുകളാ കാണുക. ഇത് കാണുന്ന ആരാ? ലിപ്പിഡ് ഡ്രോപ്ലെറ്റുകളാ. ലിപ്പിഡുകളും കാണും ഉള്ളിൽ, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്. ഇതൊക്കെ ചോദിക്കാട്ടോ. ഇത് സ്റ്റാർച്ച് ഗ്രാനുൾ, ഇതാരാ? ലിപ്പിഡ് ഡ്രോപ്ലെറ്റാ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. PS1 ഫോട്ടോസിസ്റ്റം 1 ഫോട്ടോസിസ്റ്റം 2 തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? സാർ, ഒന്നാമത്തത് ഫോട്ടോസിസ്റ്റം 1. കൊള്ളാലോ. 2 ഏതാ സാറേ? ഫോട്ടോസിസ്റ്റം 2. 2 ഫോട്ടോസിസ്റ്റങ്ങൾ എന്താടാ? ഒന്നിനെ എന്താ വിളിക്കുക? ഫോട്ടോസിസ്റ്റം 1 എന്നാ വിളിക്കുക. 2നെ എന്താ വിളിക്കുക? ഫോട്ടോസിസ്റ്റം 2 എന്നാ വിളിക്കുക. ഫോട്ടോസിസ്റ്റം 1ന്റെ പ്രത്യേകത എന്താ? അതാണ് ആദ്യമായി കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഡിസ്കവേർഡ് ഏതാ? ആദ്യമായി കണ്ടുപിടിച്ചതാണ് ഏത്? ഫോട്ടോസിസ്റ്റം 1. ആദ്യമായി കണ്ടുപിടിച്ച ഫോട്ടോസിസ്റ്റം ഏതാ? ഫോട്ടോസിസ്റ്റം 1. ആദ്യമായി കണ്ടുപിടിച്ചോണ്ടാ അവന് 1 എന്ന് പേര് കൊടുത്തത്. അല്ലാതെ 2 ചെറുതാണ്, 1 കുറച്ചുകൂടെ വലുതാണ്, അങ്ങൊന്നുമല്ല.
ഫോട്ടോ സിസ്റ്റം 1 ആദ്യം കണ്ടുപിടിച്ചു, അതുകൊണ്ട് അവന് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പേര് കൊടുത്തു. പിന്നീട് കണ്ടുപിടിച്ചതാണ് ആര്? ലേറ്റർ ഡിസ്കവേർഡ് ആണ് ആര്? ഫോട്ടോ സിസ്റ്റം 2. അതുകൊണ്ട് അവരെ ഫോട്ടോ സിസ്റ്റം 2 എന്ന് വിളിച്ചു. ആദ്യം കണ്ടുപിടിച്ചവനെ ഫോട്ടോ സിസ്റ്റം 1 എന്ന് പേര് വിളിച്ചു. പിന്നെ കണ്ടുപിടിച്ചവനെ ഫോട്ടോ സിസ്റ്റം 2 എന്നും വിളിച്ചടാ. ആദ്യം കണ്ടുപിടിച്ചവന്റെ പേരെന്താ? ഫോട്ടോ സിസ്റ്റം 1. പിന്നീട് കണ്ടുപിടിച്ചവന്റെ പേരെന്താ? ഫോട്ടോ സിസ്റ്റം 2. ഫോട്ടോ സിസ്റ്റം 1 ഫസ്റ്റ് ഡിസ്കവേർഡ് ആണ്, ഫോട്ടോ സിസ്റ്റം 2 ലേറ്റർ ഡിസ്കവേർഡ് ആണ്. അടുത്ത ഫോട്ടോ സിസ്റ്റം 1 എന്താടാ? ഫോട്ടോ സിസ്റ്റം 1 സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലുമുണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലുമുണ്ട്. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലും നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ, സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും രണ്ടിലും പങ്കെടുക്കുന്നവനാണ് ആര്? ഫോട്ടോ സിസ്റ്റം 1. ഫോട്ടോ സിസ്റ്റം 1 സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലുമുണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലും പങ്കെടുക്കാറുണ്ട്. എന്നാൽ PSU ഏതിലും മാത്രമേ ഉള്ളൂ? PSU നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലും മാത്രമേ ഉള്ളടാ. അപ്പൊ നോക്ക്, PS1 ആദ്യം കണ്ടുപിടിച്ചു, PSU പിന്നീട് കണ്ടുപിടിച്ചു. PS1 സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലുമുണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലുമുണ്ട്. പക്ഷെ PSU ഏതിൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ? നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ. അടുത്തെന്താ അറിയാമോടാ? PS1 എവിടെ കാണുക എന്നറിയാമോ? PS1 നമ്മുടെ തൈലക്കോടിലും കാണാറുണ്ട്, സ്ട്രോമാ ലാമെല്ലയിലും കാണാറുണ്ട്. തൈലക്കോടിലും സ്ട്രോമാ ലാമെല്ലയിലും രണ്ടിടത്തും കാണുന്ന ആളാണ് ആര്? ഫോട്ടോ സിസ്റ്റം 1. എന്നാൽ ഫോട്ടോ സിസ്റ്റം 2 എവിടെ മാത്രമേ കാണൂ? തൈലക്കോടിലും മാത്രമേ കാണൂ. ക്ലോറോപ്ലാസ്റ്റിലെ തൈലക്കോടിലും മാത്രം കാണുന്നത് ആരാ? PSU. തൈലക്കോടിലും സ്ട്രോമാ ലാമെല്ലയിലും രണ്ടിടത്തും കാണുന്നത് ആരാ? PS1. അടുത്ത എന്താണെന്നറിയാമോടാ? അടുത്ത ഏറ്റവും വലിയ ഡിഫറൻസ്, PS1 മാക്സിമം 700 നാനോമീറ്ററിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. PS1 ഭയങ്കര കേമനാടാ. PS1 700 നാനോമീറ്ററിനെ വരെ വലിച്ചെടുക്കാൻ പറ്റും. എന്നാൽ PSUവിന് മാക്സിമം 680 നാനോമീറ്ററിനെ അബ്സോർബ് ചെയ്യാൻ പറ്റൂ. ഇതാണടാ ഏറ്റവും വലിയ 2 ഡിഫറൻസുകൾ. ഏതൊക്കെയാ സാറേ? PS1 PSU നമ്മളെ വ്യത്യാസം. PS1 ഫസ്റ്റ് കണ്ടുപിടിച്ചു, PSU പിന്നീട് കണ്ടുപിടിച്ചു. PS1 സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലും നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിലും പങ്കെടുക്കാറുണ്ട്. PSU നോൺ സൈക്ലിക്ക് മാത്രമേ പങ്കെടുക്കാറുള്ളൂ. PS1 തൈലക്കോടിലും സ്ട്രോമാ ലാമെല്ലയിലും കാണും, PSU തൈലക്കോടി മാത്രമേ കാണൂ. PS1 മാക്സിമം 700 നാനോമീറ്റർ വലിച്ചെടുക്കാറുണ്ട് സൺലൈറ്റിൽ നിന്ന്. എന്നാൽ PSU മാക്സിമം 680 നാനോമീറ്ററെ വലിച്ചെടുക്കാറുള്ളൂ മക്കളെ. പിന്നെ ഒരു ഡിഫറൻസ് ഉണ്ടടാ. PS1 വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കാനുള്ള കോംപ്ലക്സ് ഇല്ല, വാട്ടറിനെ മുറിക്കാനുള്ള കോംപ്ലക്സ് ഇല്ല. സ്വയമേ വാട്ടറിനെ മുറിക്കാൻ കഴിയില്ല. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ വാട്ടർ മുറിയണം. വാട്ടർ മുറിഞ്ഞിട്ട് 2 H+ ഉണ്ടാകും, 2 ഇലക്ട്രോൺ ഉണ്ടാകും, ഓക്സിജനും ഉണ്ടാകും. ഈ ഓക്സിജനാണ് വെളിയിലേക്ക് പറന്നു പോകുന്ന ഓക്സിജൻ. ഇങ്ങനെ വാട്ടറിനെ മുറിക്കാനുള്ള കഴിവ് ആർക്കാ വേണ്ടത്? ഫോട്ടോ സിസ്റ്റങ്ങൾക്കാ വേണ്ടത്. ആ കഴിവില്ലാത്ത ഫോട്ടോ സിസ്റ്റം ആരാ? PS1. ഓർത്തോണം, PS1 വാട്ടറിനെ മുറിക്കാനുള്ള കോംപ്ലക്സ് ഇല്ല. PS1 വാട്ടറിനെ മുറിക്കാനുള്ള കോംപ്ലക്സ് ഇല്ല. വാട്ടറിനെ മുറിക്കാൻ കഴിവുള്ളവർ ആര് മാത്രമാ? അത് PSU. അവർക്ക് എന്തുണ്ട്? വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കോംപ്ലക്സ് ഉണ്ട്. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കോംപ്ലക്സ് ആർക്കുണ്ട്? PSUനുണ്ട്. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കോംപ്ലക്സ് ആർക്കില്ല? PSUനില്ലടാ. ഓർത്ത് വെക്കണം കേട്ടോ. PSU ഉണ്ടോ അവന് വാട്ടറിനെ മുറിക്കാൻ അറിയില്ല. എന്നാൽ PS1 വാട്ടറിനെ മുറിക്കാൻ അറിയില്ല. PSUന് മാത്രമേ വാട്ടറിനെ ഇതേപോലെ മുറിച്ച് 2 H+ 2 ഇലക്ട്രോണും ഓക്സിജനും ഒക്കെ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കേടാ, ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റിന് ഈ ചിത്രമാണ് മക്കളെ. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങളോട് ചോദിക്കുക, ഇതെന്താണെന്നാ ചോദിക്കുക. ഇതെന്താ അറിയോ മക്കളെ? ഈ ഒരു ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ എഴുതിക്കോ. അതെന്താ? കെമി ഓസ്മോസിസാ. ഇതെന്താടാ മക്കളെ? കെമി ഓസ്മോസിസിന്റെ ചിത്രമാ. ഇതെന്തിന്റെ ചിത്രമാ? കെമി ഓസ്മോസിസിന്റെ ചിത്രമാ. എന്താ സാറേ കെമി ഓസ്മോസിസ് എന്ന് പറഞ്ഞാല്? എങ്ങനാണ് ലൈറ്റ് റിയാക്ഷനിൽ ATP ഉണ്ടാകുക? എങ്ങനാ സാറേ ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം ATP ഉണ്ടാകുക എന്ന് പറയുന്ന തിയറിയാണ് ഇത് കെമി ഓസ്മോസിസ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ അത് സൈക്ലിക് ആയിക്കോട്ടെ നോൺ സൈക്ലിക് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ലൈറ്റ് റിയാക്ഷൻ നടന്നോ അവിടെ ATP ഉണ്ടാകും. എങ്ങനാ സാറേ ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ATP ഉണ്ടാകുക എന്ന് പറയുന്ന തിയറി
തിയറിയാണ് ഏത്? കെമി ഓസ്മോസിസ്. എന്താ സാറേ കെമി ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം എങ്ങനെയാ ATP ഉണ്ടാകുക, ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം എങ്ങനെയാ ATP ഉണ്ടാകുക എന്ന് പറയുന്ന തിയറിയാണ് ഏത്? കെമി ഓസ്മോസിസ് കേട്ടോ. ഈ ചിത്രം ഓർത്ത് വെക്കണം കേട്ടോ. ഇതാണ് ഫോട്ടോസിസ്റ്റം 2, ഇതാണ് ഫോട്ടോസിസ്റ്റം 1. അതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, അത് പ്ലാസ്റ്റോസയാനിൻ. ഇവിടെ ഒരാളുണ്ട്, അയാളുടെ പേര് യുബിക്വിനോൺ, പ്ലാസ്റ്റോക്വിനോൺ എന്നാണ് വിളിക്കുക. ഇത് ഫോട്ടോസിസ്റ്റം 2 ആണ്, ഇത് ഫോട്ടോസിസ്റ്റം 1 ആണ്, ഇത് പ്ലാസ്റ്റോസയാനിൻ ആണ്, ഇത് പ്ലാസ്റ്റോക്വിനോൺ ആണ്, ഇത് സൈറ്റോക്രോം B6F. ഇത്രയും പേരെ അടയാളപ്പെടുത്താൻ ചോദിക്കും. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം വാട്ടർ സ്പ്ലിറ്റ് ആകുവാടാ. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഈ തൈലക്കോടിൻ്റെ ഉള്ളിൽ എന്തടിഞ്ഞു കൂടും? H+ അടിഞ്ഞു കൂടും. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം വാട്ടർ സ്പ്ലിറ്റ് ആകും. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സ്പ്ലിറ്റ് ആകും? വാട്ടർ സ്പ്ലിറ്റ് ആകും. വാട്ടർ സ്പ്ലിറ്റ് ആകുന്ന കാരണം തൈലക്കോടിൻ്റെ ഉള്ളിൽ എന്തടിഞ്ഞു കൂടും? H+ അടിഞ്ഞു കൂടും. വാട്ടർ സ്പ്ലിറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന H+ ആണ് ഇവിടെ തന്നെ കിടക്കുക. വാട്ടർ സ്പ്ലിറ്റ് ആകുമ്പോൾ H+ ഉണ്ടാകില്ലേ? ഞാൻ പറഞ്ഞതാ, വാട്ടർ സ്പ്ലിറ്റ് ആകുമ്പോൾ കണ്ടോ ഇവിടെ H+ ഉണ്ടാകും. ഈ H+ എവിടെ തന്നെ കിടക്കും? തൈലക്കോടിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഈ H+ ഇങ്ങനെ തൈലക്കോടിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടും. ഈ H+ എവിടെ നിന്നുണ്ടായതാ? വാട്ടർ മുറിഞ്ഞിട്ടുണ്ടായ H+. അത് മാത്രമല്ല മക്കളെ, ഈ കാണുന്നത് ആരുടെ ചിത്രമാ? തൈലക്കോടിന്റെ ചിത്രമാ. തൈലക്കോടിന്റെ പുറം ഭാഗത്തെ എന്താ വിളിക്കുക? തൈലക്കോടിന്റെ പുറം ഭാഗം എന്താ? സ്ട്രോമയാ. ഈ സ്ട്രോമയിൽ ഒരുപാട് H+ ഉണ്ട്. ഈ സ്ട്രോമയിലെ H+നെ ഇവിടെ കാണുന്ന ആളാണ് പ്ലാസ്റ്റോക്വിനോൺ. ഇവിടെ കാണുന്ന ആളാരാ? പ്ലാസ്റ്റോക്വിനോണാ. ഈ പ്ലാസ്റ്റോക്വിനോണിന്റെ പണി എന്താണെന്നറിയാമോ? ഈ പ്ലാസ്റ്റോക്വിനോൺ നേരെ ചെന്നിട്ട് ഈ സ്ട്രോമയിലുള്ള H+നെ എടുത്തുകൊണ്ട് നേരെ ഈ തൈലക്കോടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിടും. 2 രീതിയിലാണ് തൈലക്കോടിൻ്റെ ഉള്ളിൽ H+ കൂടുക. ഏതൊക്കെ രീതിയിലാ ഉള്ളിൽ H+ കൂടുക? ഒന്നാമത് എങ്ങനെ സാറേ H+ കൂടുക? ഒന്നാമത് വാട്ടർ മുറിഞ്ഞിട്ട് H+ ഉണ്ടാകും. വാട്ടർ മുറിഞ്ഞുണ്ടാകുന്ന H+ഓ തൈലക്കോടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോളും. രണ്ടാമത് എങ്ങനെ H+ കൂടുക? ഇവിടെ ഇരിക്കുന്ന പ്ലാസ്റ്റോക്വിനോൺ, ഈ പ്ലാസ്റ്റോക്വിനോൺ സ്ട്രോമയിൽ നിന്ന് H+നെ എടുത്തുകൊണ്ട് ഉള്ളിൽ കൊണ്ടുവന്നിടും. അങ്ങനെ H+ കൂടും. 2 രീതിയിലാ സാറേ H+ കൂടുക. എങ്ങനെ H+ കൂടുക? ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം വാട്ടർ സ്പ്ലിറ്റ് ആകും. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് H+ അടിഞ്ഞുകൂടും. രണ്ടാമത് എങ്ങനെ H+ അടിഞ്ഞുകൂടുക? ഈ തൈലക്കോണിന്റെ മെമ്പറൈനില് പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്. ഈ പ്ലാസ്റ്റോക്വിനോൺ ചെന്നിട്ട് PQ ചെന്നിട്ട് സ്ട്രോമയിൽ നിന്ന് H+നെ എടുത്തുകൊണ്ട് വന്ന് തൈലക്കോണിന്റെ ഉള്ളിലിടും. അങ്ങനെ ഈ 2 കാരണവും ഈ തൈലക്കോടിൻ്റെ ഉള്ളിൽ എന്തടിഞ്ഞു കൂടുമടാ? തൈലക്കോടിൻ്റെ ഉള്ളിൽ എന്തടിഞ്ഞു കൂടും മക്കളെ? തൈലക്കോടിൻ്റെ ഉള്ളിൽ നിറച്ച് H+ അടിഞ്ഞു കൂടും. ഈ H+ എങ്ങനെ ഉണ്ടായേ? ഈ H+ വാട്ടർ മുറിഞ്ഞിട്ടും പിന്നെ പ്ലാസ്റ്റോക്വിനോൺ കൊണ്ടിട്ടതുമാ. 2 രീതിയിൽ H+ കൂടുക. ഒന്ന് വാട്ടർ സ്പ്ലിറ്റ് ആകുമ്പോൾ H+ കൂടും. രണ്ടാമത്തെ എങ്ങനെ? പ്ലാസ്റ്റോക്വിനോൺ കൊണ്ടിടുന്ന കാരണവും H+ കൂടും. അങ്ങനെ H+ കൂടി തൈലക്കോടിൻ്റെ ഉള്ളിൽ നിറച്ച് H+. ഈ തൈലക്കോടിൻ്റെ ഉള്ളിൽ കാണുന്ന H+കൾ ഇവിടെ ഒരു എൻസൈം ഇരിപ്പുണ്ടടാ. ഇവിടെ ഒരു എൻസൈം ഇരിപ്പുണ്ട് മക്കളെ. ആ എൻസൈമിന്റെ പേരെന്താ? ആ എൻസൈമിന്റെ പേരാണ് ഇവിടെ ഇരിക്കുന്ന ഈ എൻസൈമാണ് ATPനെ ഉണ്ടാക്കുക ലൈറ്റ് റിയാക്ഷനിൽ. ഈ എൻസൈമിന്റെ പേരാണെന്ത്? ATP സിന്തൈസ്. ഈ എൻസൈം വഴി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന H+കള്, ഇതിൻ്റെ ഉള്ളിൽ കുന്നുകൂടി കിടക്കുന്ന H+കളെ നേരെ ഈ എൻസൈമിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഒഴുകും. ഈ കുന്നുകൂടി കിടക്കുന്ന H+കളെ ഈ ATP സിന്തൈസ് വഴി പുറത്തേക്ക് ഇറങ്ങും. ആ H+ ഉള്ളിൽ കൂടെ പോയാൽ അപ്പൊ തന്നെ ATP സിന്തൈസ് ADPനെയും ഫോസ്ഫേറ്റിനെയും കൂടെ ചേർത്ത് എന്താക്കിക്കോളും? ATP ആക്കിക്കോളും കേട്ടോ. ഇത്ര ഉള്ളടാ ലൈറ്റ് റിയാക്ഷനിൽ ATP ഉണ്ടാകുക. എങ്ങനെ സാറേ ലൈറ്റ് റിയാക്ഷനിൽ ATP ഉണ്ടാകുക? ലൈറ്റ് റിയാക്ഷനിൽ എങ്ങനെ ATP ഉണ്ടാകുക എന്ന് പറയുന്ന ചിത്രമാണിത്. ഈ ചിത്രത്തിനെ വിളിക്കുന്ന പേരെന്താ? കെമി ഓസ്മോസിസ്. ഇതാരാ? ഫോട്ടോസിസ്റ്റം 2. ഇത് സൈറ്റോക്രോം B6F. ഇത് ഫോട്ടോസിസ്റ്റം 1. ഇവിടെ ഇരിക്കുന്നത് ആരാ? പ്ലാസ്റ്റോസയാനിൻ അല്ല, പ്ലാസ്റ്റോക്വിനോൺ അല്ല. ഇവിടെ ഇരിക്കുന്നത് ആരാ? PC, പ്ലാസ്റ്റോസയാനിൻ. ഇവിടെ ഇരിക്കുന്നത് ആരാ? PQ, അതാരാ? പ്ലാസ്റ്റോക്വിനോണ. ഇവരൊക്കെ ഇരിക്കുന്നത് ഈ തൈലക്കോടിന്റെ മെമ്പറൈനില്ല. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് H+ അടിഞ്ഞുകൂടും.
രണ്ടാമത് ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പം ഇവിടെ ഇരിക്കുന്ന പ്ലാസ്റ്റോക്വിനോണിലെ ഈ പ്ലാസ്റ്റോക്വിനോൺ ഈ സ്ട്രോമയിൽ നിന്ന് H+ ഉള്ളിൽ കൊണ്ടുവന്നിടും. ഈ രണ്ട് കാരണങ്ങൾ മൂലം ഈ തൈലക്കോടിന്റെ ഉള്ളിൽ നിറച്ച് H+ ആകും. ഈ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന H+കൾ തൈലക്കോടിന്റെ മെമ്പറൈനിലെ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാ ATP സിന്തേസ്. ഈ ATP സിന്തേസിന്റെ ഉള്ളിലൂടെ ഈ കാണുന്ന ATP സിന്തേസിന്റെ ഉള്ളിലൂടെ എല്ലാ H+കളും ATP സിന്തേസിന്റെ ഉള്ളിലൂടെ സകല H+ഉം കണ്ടോ, സകല H+കളും ഈ ATP സിന്തേസിന്റെ ഉള്ളിലൂടെ ഇറങ്ങി വെളിയിലേക്ക് തന്നെ പോകും. ATP സിന്തേസിന്റെ ഉള്ളിലൂടെ എപ്പോഴാണോ H+ ഇറങ്ങിപ്പോകുക, അപ്പം ADPനെയും ഫോസ്ഫേറ്റിനെയും ചേർത്ത് ATP സിന്തേസ് എന്തിനെ ഉണ്ടാക്കും? ATPനെ ഉണ്ടാക്കും. ഈ ATP ആണ് ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന ATP. എപ്പോഴാണോ നോക്ക് മക്കളെ, എപ്പോഴാണോ ഈ കാണുന്ന ആൾക്കാരാണ് ATP സിന്തേസ്. ഇതാണ് ആര്? ATP സിന്തേസ്. ATP സിന്തേസിന്റെ ഉള്ളിലൂടെ ATP സിന്തേസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ CF0 എന്ന് വിളിക്കുക, ഈ കാണുന്ന ഭാഗത്തെ CF1 എന്ന് വിളിക്കുക. ഇത് രണ്ടുമാണ് ATP സിന്തേസിന്റെ ഭാഗങ്ങൾ. ഏതൊക്കെ? CF0, CF1. ഈ രണ്ട് ഭാഗങ്ങളുള്ള ATP സിന്തേസിന്റെ ഉള്ളിൽ കൂടെ എന്ത് കടന്നു പോകും? H+ കടന്നു പോകും. എപ്പോഴാണോ ATP സിന്തേസിന്റെ ഉള്ളിൽ കൂടെ H+ കടന്നു പോവുക, അപ്പൊ ATP സിന്തേസിന് അങ്ങോട്ട് ഊർജം കിട്ടും. ATP സിന്തേസ് നേരെ ചെന്നിട്ട് ADPനെയും ഫോസ്ഫേറ്റിനെയും കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് എന്താക്കിക്കോളും? ATP ആക്കോടാ. എപ്പോഴാണോ H+കൾ ATP സിന്തേസിലൂടെ പോകുക, അപ്പൊ ATP സിന്തേസിന് ഊർജം കിട്ടും. ആ ഊർജം ഉപയോഗിച്ച് ADPനെ ഫോസ്ഫേറ്റിനെ കൂടെ ചേർത്ത് എന്താക്കിക്കോളും? ATP ആക്കിക്കോളൂടാ. മനസ്സിലായോ? ഇങ്ങനെയാണ് ലൈറ്റ് റിയാക്ഷൻ ATP ഉണ്ടാക്കുക. ഈ ATP കണ്ടോ, ഈ ATP സിന്തേസ് ഉണ്ടാക്കുന്ന ഈ ATP ആണ് നമുക്ക് ലൈറ്റ് റിയാക്ഷനിൽ കിട്ടുക. ഈ ATP എങ്ങനെ ATP സിന്തേസ് ഉണ്ടാക്കിയേ? അതിൻ്റെ ഉള്ളിൽ കൂടെ H+ കടന്നു പോയപ്പോഴാണ്. എങ്ങനെ H+ ഇങ്ങനെ കടന്നു പോകാൻ കാരണം? തൈലക്കോടിൻ്റെ ഉള്ളിൽ H+ കുന്നുകൂടിയുണ്ടാ. എങ്ങനെ തൈലക്കോടിൻ്റെ ഉള്ളിൽ H+ കുന്നുകൂടണേ? ഒന്ന് വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് H+ ഉണ്ടാകും, രണ്ടാമത്തെ പ്ലാസ്റ്റോക്വിനോൺ കൊണ്ടുവന്നിട്ടും H+ ഉണ്ടാകും. ഓക്കെ അല്ലേടാ? അങ്ങനെ H+ അടിഞ്ഞുകൂടും. തൈലക്കോടിൽ അടിഞ്ഞുകൂടി H+കൾ ATP സിന്തേസ് വഴി ഒഴുകും. അപ്പൊ ATP സിന്തേസിന് എനർജി കിട്ടും. ആ എനർജി ഉപയോഗിച്ച് ATP സിന്തേസ് ATPനെ ഉണ്ടാക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? പിന്നെ അല്ല സാർ, എന്തോ ഓക്കെ ആകാതിരിക്കാൻ. അടുത്ത മക്കളെ, എന്താ സാറേ കാൽവിൻ സൈക്കിളിന്റെ പ്രത്യേകത? കാൽവിൻ സൈക്കിൾ എന്ന് കേട്ടാൽ എഴുതി വെച്ചോ. കാൽവിൻ സൈക്കിളിന്റെ പണി എന്താ? കാർബൺ ഡയോക്സൈഡിനെ എന്താക്കുക? ഗ്ലൂക്കോസ് ആക്കുക. കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കുന്ന സൈക്കിളാണെടാ ഏത്? കാൽവിൻ സൈക്കിൾ. കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കുന്ന സൈക്കിളാണെടാ ഏത്? കാൽവിൻ സൈക്കിൾ. അടുത്ത കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? CRR. ഏതാടാ കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പ് ഏതൊക്കെ? CRR. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. പറ, കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പ് ഏതൊക്കെ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അടുത്ത മക്കളെ, എന്താ ഒരു കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ മക്കളെ ഓർത്ത് വെച്ചോ 3 ATP നമ്മൾ ചെലവാക്കണം, 2 NADPH ചെലവാക്കണം. ഇത് ഓർത്ത് വെച്ചോ. ഒരു കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ 3 ATP വേണമടാ, 2 NADPH വേണം. ഒരു കാൽവിൻ സൈക്കിൾ നടക്കണമെങ്കിൽ 3 ATP വേണം, 2 NADPH വേണം. ഈ കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട് കാൽവിൻ സൈക്കിളിന്റെ പണി എന്താ? കാർബൺ ഡയോക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കല. അവരുടെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ വേണ്ട എനർജികൾ ഏതൊക്കെ? 3 ATP, 2 NADPH. അടുത്ത മക്കളെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആടാ. എന്താ അറിയാമോ? ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ എവിടെ മാത്രമേ കാണൂ? C4 പ്ലാന്റുകളിൽ മാത്രമേ കാണൂ. C4 പ്ലാന്റിൽ മാത്രമാണ് ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ കാണുക. C3 പ്ലാന്റുകളിൽ എന്തു മാത്രമേ കാണൂ? കാൽവിൻ സൈക്കിൾ മാത്രമേ കാണൂ. എന്നാൽ C4 പ്ലാന്റുകളിൽ ഹാച്ച് ആൻഡ് സ്ലാഗ്, ഹാച്ചും സ്ലാക്കും കണ്ടുപിടിച്ച പാത്വേ, അതുകൊണ്ട് ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ എന്ന് വിളിക്കുക. ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയും കാണും, അവിടെ വീണ്ടും കാൽവിൻ സൈക്കിൾ കാണും. ഇതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഞാൻ കണ്ട C3യും C4ലെ ഏറ്റവും വലിയ ഡിഫറൻസ് ഇതാ. C3 പ്ലാന്റുകളിലെ കാൽവിൻ സൈക്കിൾ മാത്രമേ നടക്കാറുള്ളൂ. C3 പ്ലാന്റുകളിൽ എന്തു മാത്രമേ നടക്കാറുള്ളൂ? കാൽവിൻ സൈക്കിൾ മാത്രമേ നടക്കാറുള്ളൂ. എന്നാൽ C4 പ്ലാന്റുകളിലോ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയും നടക്കാറുണ്ട്,
പിന്നെ കൂടെ കാൽവിൻ സൈക്കിൾ നടക്കാറുണ്ട്. C3 പ്ലാന്റുകളിലെ കാൽവിൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ, വേറെ സൈക്കിൾ ഇല്ല. C4 പ്ലാന്റിലോ കാൽവിൻ സൈക്കിളിന്റെ ഒപ്പം ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ നടക്കാറുണ്ട്. രണ്ടിടത്തും കാൽവിൻ സൈക്കിൾ നടക്കും. C3 ആണെങ്കിലും കാൽവിൻ സൈക്കിൾ നടക്കും, C4 ആണെങ്കിലും കാൽവിൻ സൈക്കിൾ നടക്കും. C4ൽ കാൽവിൻ സൈക്കിൾ മാത്രമല്ല, കൂടെ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ നടക്കും. ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയിൽ 5 സ്റ്റെപ്പുകൾ ഉണ്ടടാ. 1 ഫിക്സേഷൻ, 2 ട്രാൻസ്പോർട്ട്, 3 ഡീകാർബോക്സിലേഷൻ, 4 വീണ്ടും ട്രാൻസ്പോർട്ട്, 5 റീജനറേഷൻ. ഈ 5 സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കണം. കാൽവിൻ സൈക്കിളിന്റെ 3 സ്റ്റെപ്പുകളുള്ള ഏതൊക്കെ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയിൽ 5 സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. പറ 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 ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേയിലെ പ്രവർത്തനങ്ങൾ, സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. ഇത്രയാണ് ഹാച്ച് ആൻഡ് സ്ലാഗിലെ സ്റ്റെപ്പുകൾ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫാക്ടറുകൾ എഴുതുക. ഫോട്ടോസിന്തസിന്റെ ഫാക്ടറുകൾ ഏതൊക്കെ? സിമ്പിളാ സാർ. ഏതൊക്കെയാ ഫാക്ടറുകൾ? 1 സൺലൈറ്റ്, രണ്ടാമത്തെ ഫാക്ടറുകൾ ഏതാ? ടെമ്പറേച്ചർ, മൂന്നാമത്തെ ഫാക്ടറുകൾ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്, നാലാമത്തെ ഫാക്ടർ ഏതാ? വാട്ടർ. 4 എക്സ്റ്റേണൽ ഫാക്ടർ. ഇന്റേണൽ ഫാക്ടർ ഉണ്ട്, ക്ലോറോഫില്, മീസോഫില്, എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസൈഡ് പ്ലാന്റ്. ഇതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടർ. ഇതൊക്കെ ആരാ? എക്സ്റ്റേണൽ ഫാക്ടറാ. എക്സ്റ്റേണൽ ആണ് ഒന്നുകൂടി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ എക്സ്റ്റേണൽ? സൺലൈറ്റ്, ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. പറ ഇതൊക്കെ? സൺലൈറ്റ്, ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ഇതാണ് എക്സ്റ്റേണൽ ഫാക്ടർ. മക്കളെ, ഈ ഫാക്ടറുകളിൽ ഏത് ഫാക്ടറാണോ ലോ ആയിട്ടുള്ളത്, ഏറ്റവും കുറവായിട്ടുള്ളത്, ആ ഫാക്ടറിന്റെ പേരാണ് എന്ത്? ലിമിറ്റിംഗ് ഫാക്ടർ. ഫാക്ടറുകളിലെ ഏത് ഫാക്ടറാണോ പ്ലാന്റിന് കുറവ് കിട്ടുന്നത്, ഏറ്റവും മിനിമം ആയി കിട്ടുന്നത്, ആ ഫാക്ടറിന്റെ പേരാണ് എന്ത്? ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുക. ഏത് ഫാക്ടർ ആണോ പ്ലാന്റിന് കുറച്ച് കിട്ടുക, ആ ഫാക്ടറിനെ എന്ത് വിളിക്കുക? ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുക. മക്കളെ, ഈ ലിമിറ്റിംഗ് ഫാക്ടർ വെച്ചൊരു ലോ ഉണ്ടടാ. ആ ലോയിനെ വിളിക്കുന്ന പേരാ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഏതാണോ കുറവുള്ള ഫാക്ടർ, ആ ഫാക്ടറിനെ വിളിക്കുന്ന പേരെന്താ? ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുക. ലിമിറ്റിംഗ് ഫാക്ടറിനെ വെച്ചുള്ള ലോയിന്റെ പേരെന്താ? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. എന്താ പേര്? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടറാ. ഇത് കണ്ടുപിടിച്ചത് ആരാ? ഇത് കണ്ടുപിടിച്ചത് കറുമ്പനാ മക്കളെ. കറുമ്പൻ, ബ്ലാക്കുമാൻ. ആരാടാ ഇത് കണ്ടുപിടിച്ചത്? ആരാ? കറുമ്പൻ. ഇത് കണ്ടുപിടിച്ചത് ആരാ? കറുമ്പന. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത് ആരാ? കറുമ്പന, ബ്ലാക്കുമാനാ കണ്ടുപിടിച്ചത്. എന്താ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ പറയുന്നത് അറിയാമോ? ഏതാണോ ലിമിറ്റിംഗ് ഫാക്ടർ, ഏതാണോ കുറവുള്ള ഫാക്ടർ, അല്ലേ? ഏറ്റവും കുറവ് കിട്ടുന്ന ഫാക്ടർ ആണ് ലിമിറ്റിംഗ് ഫാക്ടർ. ഏതാണോ ലിമിറ്റിംഗ് ഫാക്ടർ, ആ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് നടക്കുക? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഏത് ഫാക്ടർ ആണോ സാറേ മിനിമം ഉള്ളത്, ആ ഫാക്ടറിന്റെ പേരാ സാർ എന്ത്? ലിമിറ്റിംഗ് ഫാക്ടർ. ഏതാണോ ലിമിറ്റിംഗ് ഫാക്ടർ, അതിനനുസരിച്ചായിരിക്കും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് പോവുക. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിപ്പെൻഡ് ഓൺ മിനിമം ഫാക്ടർ, limiting factor. Rate of photosynthesis depend on minimum factor, limiting factor. ഏത് ഫാക്ടർ ആണോ കുറവുള്ളത്, അതിനെ വിളിക്കുന്ന പേരെന്താ? ലിമിറ്റിംഗ് ഫാക്ടറാ. ആ ലിമിറ്റിംഗ് ഫാക്ടറിനെ അനുസരിച്ചായിരിക്കും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ്, സ്പീഡ് പോകുക. ഏത് ഫാക്ടർ ആണോ കുറവുള്ള ഫാക്ടർ, അവന്റെ പേരെന്താ? ലിമിറ്റിംഗ് ഫാക്ടറാ. ആ കുറവുള്ള ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഫോട്ടോസിന്തസിസിന്റെ സ്പീഡും പോകുക. ആ കുറവുള്ള ഫാക്ടർ കുറവാണെങ്കിൽ ഫോട്ടോസിന്തസിസും കുറവാണ്. ആ കുറയുന്ന ഫാക്ടർ എപ്പോഴാണോ കൂടാൻ തുടങ്ങുക, അപ്പോഴേ ഫോട്ടോസിന്തസിസും കൂടുള്ളൂ കേട്ടോ. ഓർത്ത് വെച്ചാൽ മതി. ഇത്ര ഉള്ളടാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. നല്ല വൃത്തിക്ക് പഠിച്ചോ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് അറിവുണ്ടായിട്ടുണ്ടോ, ഉപകാരപ്പെട്ടോ വീഡിയോ? സാർ ഇത് മനസ്സിലായാലും ഒന്നുകൂടെ പറഞ്ഞതാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മെൻഷൻ ചെയ്യണേടാ, എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ എൻ്റെ ക്വസ്റ്റ്യനാണ്, എന്താ അറിയാമോ? ഇത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേടാ, എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്താണെന്നറിയാമോ? ഹാച്ച് ആൻഡ് സ്ലാക്ക്. ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേയിൽ 5 സ്റ്റെപ്പ് അറിയാലോ. ഈ 5 സ്റ്റെപ്പിലെ
തേർഡ് സ്റ്റെപ്പിന്റെ പേരെന്താ? അതാണ് എൻ്റെ ചോദ്യം. ആർട്സ് ആൻഡ് സ്ലാഗ് പാത്വേയിലെ 5 സ്റ്റെപ്പുകളുണ്ട്. ഈ 5 സ്റ്റെപ്പിലെ 3ാമത്തെ സ്റ്റെപ്പിന്റെ പേരെന്താ? ഒന്ന് കമന്റ് ചെയ്യണടാ. ആർട്സ് ആൻഡ് സ്ലാഗ് പാത്വേയിലെ 3ാമത്തെ സ്റ്റെപ്പിന്റെ പേര് കമന്റ് ചെയ്യണേ മക്കളെ. വിലയേറെ അഭിപ്രായങ്ങൾ കൂടി പറയണം. ഓക്കെ, ആർട്സ് ആൻഡ് സ്ലാഗ് പാത്വേയിലെ 3ാമത്തെ സ്റ്റെപ്പിന്റെ പേരെന്തുവാ?